ലക്ഷ്മി പ്രിയ. ഹായ്, ഞാൻ ലക്ഷ്മി പ്രിയ. ഗന്ധർവ സംഗീതത്തിലെ കുറെ നല്ല പാട്ടുകളുടെ ഭാഗമാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത റൗണ്ട് പ്രിയരാഗം റൗണ്ടാണ്. അതിനു വേണ്ടിയിട്ട് കാമ്പോജി രാഗത്തിലുള്ള സാമജ സഞ്ചാരണി എന്ന പാട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പുതിയ അറിവുകൾക്ക് വേണ്ടിയും എൻ്റെ നേരറിവിന് വേണ്ടിയിട്ടും ഗ്രൂമിംഗ് സെഷനിലേക്ക് കിടക്കുകയാണ്. സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി. ലക്ഷ്മി കാണുമ്പോഴത്തേക്ക് നമ്മുടെ ആദ്യത്തെ കുഞ്ഞിമണി ചെപ്പാണ് ഓർമ്മത് കേട്ടോ. ഇപ്പം എനിക്ക് പ്ലസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പോസിറ്റീവായിട്ടുള്ള വെച്ചാൽ നല്ല മിടിക്കാണ്, നല്ല നല്ല ഫീലുണ്ട്, നല്ല നോട്ട്സ് എല്ലാം ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അത് പഠിച്ചിട്ടുള്ളതുകൊണ്ടായിരിക്കാം. പിന്നെ ഉള്ള മൈനസുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള കാര്യം വെച്ചാൽ കോണ്ടാക്ട് ടെമ്പോ നമ്മൾ അത് ഭയങ്കരമായിട്ട് താളം കീപ്പ് ചെയ്യാനുള്ളൊരു ഇത് ഭയങ്കരമായിട്ട് വേണം. പിന്നെ നോട്ട്സ് ഇപ്പം നമ്മൾ പെർഫെക്റ്റായിട്ട് പാടുന്നെങ്കിൽ നോട്ട്സ് എല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. എൻ്റെ ഒരു സെൽഫ് അനലൈസേഷന്റെ ഭാഗമായിട്ട് ഈ പാട്ടിന് ഒരു 87 മാർക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് ആവശ്യമാണ്. ലക്ഷ്മി മനോഹരിയായിരിക്കുന്നു. താങ്ക് യു. പ്രിയരാഗം റൗണ്ട് ഏതാണ് പ്രിയരാഗം? കാമ്പോജിയിലെ സാമജ സഞ്ചാരണി എന്നുള്ള പാട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ലക്ഷ്മി നേരറിവ് തന്നോളൂ. ജഡ്ജസിനെ ഏൽപ്പിച്ചേക്കാം. നന്നായി പാടാൻ സാധിക്കട്ടെ. താങ്ക് യു. സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി ലക്ഷ്മി മനോഹരമായി പാടിയെന്ന് എനിക്ക് തോന്നുന്നു. ലക്ഷ്മിക്ക് എന്ത് തോന്നുന്നു? കുഴപ്പമില്ലാണ്ട് പാടാൻ പറ്റി എന്ന് തോന്നുന്നു. കുറച്ച് മോഹിനിയാട്ടം ഡാൻസേഴ്സ് കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ് ആയനെ. ജഡ്ജസിനടുത്ത് ചോദിക്കാം. ലക്ഷ്മി മനോഹരമായിട്ട് പാടി. ലക്ഷ്മിയുടെ ഇവിടെ നേരറിവിന്റെ ഒരു പേപ്പർ ഇഷ്ടിയിട്ടുണ്ട്. ശ്രുതി, താളം, മറ്റ് സാങ്കേതികത. താളം കുറച്ചും കൂടി ശ്രദ്ധിച്ച് പാടണം. ശ്രുതി തെറ്റാതെ അപ്പ പാടിയിരുന്നു, പക്ഷെ ഇപ്പോഴും പാടിയിരുന്നു. ഇതൊക്കെ എന്റെ അഭിപ്രായമാണ് കേട്ടോ. പാട്ടിന്റെ ഭാവം നന്നായിരുന്നു, അക്ഷരസ്ഫുടത വളരെ നന്നായിരുന്നു. പിന്നെ രാഗഭാവം എടുത്ത് പാട്ടുന്ന വളരെ ഓത്തന്റിക് ആയിട്ടുള്ളൊരു പാട്ടുമാണ്. അതൊക്കെ കറക്റ്റാണ്. ആത്മവിശ്വാസവും ഉള്ളതുപോലെയാണ് തോന്നിയത്. അല്ലെങ്കിൽ ഇങ്ങനെ പാടാൻ പറ്റില്ല. നമുക്ക് മലയാളികൾക്ക് സ്വതസിദ്ധമായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ പാട്ട് കേൾക്കാനുള്ളത്. ഇപ്പോഴത്തെ മോഡേൺ സോങ് അല്ല പറയുന്നത് ഞാൻ. ആ ഒരു രീതി അത് ആ ശബ്ദത്തിലുണ്ട്, ആ ആലാപന ശൈലിയിലുമുണ്ട്. ചരണത്തിൽ മാത്രം ആ ഒരു സ്ഥലത്ത് മാത്രം മോൾക്ക് സ്വല്പം ഒരു ചെറിയൊരു കുഴപ്പം. ആ അധരം എന്ന് പറയുന്ന സംഗതി അത് ഫസ്റ്റ് ചരണത്തിലുണ്ട്, വദനം സെക്കൻഡ് ചരണത്തിലും റിപ്പീറ്റ് വരുമ്പോ അത് കുറച്ചും കൂടി അത് ക്ലാരിറ്റി വരാനാണ്. അത് ചിത്രചേച്ചി വളരെ നമുക്ക് ഹാർമോണിയത്തിൽ കേൾക്കുന്ന പോലെ കേൾക്കാം. അത് എല്ലാവർക്കും അങ്ങനെ പാടാൻ പറ്റില്ല. പക്ഷെ മോൾ അത് റൂട്ട് കറക്റ്റാണ്. ഫസ്റ്റ് ചരണത്തിൽ ഒരു ആലാപ് വരുന്നുണ്ട് അല്ലേ? ആലാപ് അത് യു ഹാവ് സങ് ഓൾ ദ നോട്ട്സ് ഒക്കെ കറക്റ്റാ. പക്ഷെ കുറച്ചുകൂടി ഫ്ലോ ആകാം. അവിടെ ഇങ്ങനെ ബ്രേക്ക് ആവുന്നുണ്ട്. പെട്ടെന്ന് അത് പോകുന്നോണ്ട് ഒത്തിരി സമയമില്ല. ആ എങ്ങനെയാണത്?
അവസാനത്തെ സംഗതിയിൽ കുറച്ച് ഭാവം കൂടി കൊടുക്കാം. അത് നല്ല ലയിച്ച് പാടാവുന്ന ഒരു പോർഷനാണത്. ലാസ്റ്റ് സംഗതി ഉണ്ടല്ലോ, അത് കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതർവൈസ് എനിക്ക് വളരെ ഇഷ്ടമായി മോള് പാടിയത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ബിനി മാം. ലക്ഷ്മിപ്രിയ, എനിക്കും ഇഷ്ടപ്പെട്ടു താങ്ക് യു മാം. ലക്ഷ്മിപ്രിയ പാടിയത്. മോളെ അതിനാ ഒരു സ്മരശര നീലയം, അവിടെ ഒരു നീലയം സാമജ, അത് നന്നായിട്ട് എടുത്തു. ഈ കാമ്പോജി രാഗത്തിന്റെ ഒരു മെയിൻ പിടുത്തമാണ് അത്. എന്നും പിടിക്കാം, അത് തന്നെ ഇത് തന്നെ ആ ഒരു പതുക്കെ ഒരു പ്രണയഭാവത്തിലേക്ക് വരുമ്പോൾ രണ്ട് രീതിയിലും പിടിക്കാതെ ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഹെവി ആയിട്ടും എടുക്കണം, ലൈറ്റ് ആയിട്ടും ചില സംഗതികൾ എടുക്കണം എന്ന്. കാരണം സിനിമാ പാട്ട് പാടുമ്പോഴത്തേക്കും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഹമ്മിങ് സാർ പഠിച്ചതുപോലെ അത് ഒരു ഫ്ലോ വരാനുണ്ടായിരുന്നു. കുറേ സംഗതികൾ ഈ കാമ്പോജി രാഗം പാടാൻ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു പാട്ട് പാടുന്ന ഒരാള് കച്ചേരി ചെയ്യാമെന്നുള്ളതാണ്. കാമ്പോജി അത്രയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ആനയെടുപ്പുള്ള രാഗമാണ്. അതിൽ കുറേ കഷ്ടമായ ഇങ്ങനെ ഈ ഒടക്ക് സംഗതികളുണ്ട്. കാമ്പോജി രാഗം പാടാൻ ഒരാൾ നന്നായിട്ട് പാടിയാലേ അയാള് പാട്ടുകാരൻ എന്ന് പറയുന്ന ഒരു ഇതാണ്. കാമ്പോജി രാഗത്തിന് അത്രയും ഒരു ലാസ്യതയുണ്ട്, വീരം, ഭയങ്കര വീരരസം, രൗദ്രം, അങ്ങനെ പല രസങ്ങളുള്ള ഒരു രാഗമാണ് കാമ്പോജി. ഈ മോള് പഠിച്ചിട്ടുണ്ടാവല്ലോ കീർത്തനം അല്ലേ? ഏതാ കാമ്പോജിയിൽ പഠിച്ചിരിക്കണേ? ഏലറ കൃഷ്ണ. അത് ഞാനിങ്ങനെ ചോദിക്കുമ്പോ അത് തിയറി അല്ലല്ലോ, അത് പാട്ടല്ലേ. ഏലറ കൃഷ്ണ ഏലറ, അങ്ങനെ പാടി കേൾപ്പിക്കാം കേട്ടോ. കാരണം ഇതൊരു രാഗം റൗണ്ട് അല്ലേ. അത് നല്ല വീരമായിട്ട് പാടുന്ന ഒരു കീർത്തനമാണ്. അത് തന്നെ നമുക്ക് ഊത്തുകാടിന്റെ ഉണ്ട് ലൈറ്റ്, അതിനൊരു കാമ്പോജിക്ക് എങ്ങനെയൊരു ലൈറ്റ് വെർഷൻ കൊടുക്കാം. കുഴലോതി മനമെല്ലാം കൊള്ളൈക്കൊണ്ട പിന്നും കുറയേതും എനക്കേതടി. രണ്ടിന്റെയും വ്യത്യാസം നോക്കൂ. ഇതും കീർത്തനമാണ്, അതും കീർത്തനമാണ്. മോള് ഓൾമോസ്റ്റ് നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ലക്ഷ്മിപ്രിയ, നേരറിവിലൂടെ ലക്ഷ്മിപ്രിയ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന മിസ്റ്റേക്സ് എല്ലാം ക്ലിയർ ചെയ്ത് പാടി എന്നാണ് ജഡ്ജസ് പറയുന്നത്. അപ്പൊ ഇനി മാർക്സ് അറിയാം. ഔസേപ്പച്ചൻ സർ, 50-ൽ എത്ര മാർക്കാണ് ലക്ഷ്മിക്ക് കിട്ടുന്നത്? 45. താങ്ക് യു സർ. ബിനി മാം. ഇത്തിരി കുറവാ, 43.5. താങ്ക് യു മാം. ലക്ഷ്മിപ്രിയ, 88.5 മാർക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിപ്പോ രണ്ടാമത്തെ പെർഫോമൻസ് അല്ലേ ഈ സ്റ്റേജിൽ? ആദ്യത്തിന് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 78 ആയിരുന്നു. വളരെ നല്ല ഇംപ്രൂവ്മെന്റ് ആണ്. എനിക്ക് തോന്നുന്നു ഈ ജോണറിലുള്ള പാട്ടുകളാണ് ലക്ഷ്മിപ്രിയ കുറച്ചുകൂടെ കംഫർട്ടബിൾ അല്ലേ? മെലഡി സോങ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ശരി, അപ്പൊ അടുത്ത റൗണ്ടിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാം. കാണാം. താങ്ക് യു. ഓരോ മത്സരാർത്ഥിയും ഈ വേദിയിൽ എത്തുമ്പോൾ തൊട്ടു മുന്നേ പാടിയ മത്സരാർത്ഥിയേക്കാൾ ഉയർന്ന മാർക്ക് ലഭിക്കണമെന്ന മത്സരവീര്യം അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു കഴിഞ്ഞു. വീരുറ്റ ഒരുപാട് പെർഫോമൻസുകൾക്കായി ഇനിയും കാത്തിരിക്കുക. വീണ്ടും കാണുന്നതുവരെ ശുഭരാത്രി. റേഷനായിട്ട് അനുവദിച്ച ആ ഡാൻസ് നന്നായിരുന്നു. കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാനിൻ ഹൃദയം. ഓ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി അല്ലേ? അതൊക്കെ എടുത്ത് പാടണ്ടേ ഉടനെ? സുന്ദരിയേ സുന്ദരിയേ സെന്തമിഴിൽ പെൺകൊടിയേ